നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇരട്ടയാർ ടൗണിൽ ഒഴുക്കിൽപ്പെട്ട 2 കുട്ടികളിൽ ഒരാൾ മരിച്ചു. മരിച്ചത് കായംകുളം സ്വദേശി അതുൽ ഹർഷ്. കാണാതായ അസൗരേഷനായി തിരച്ചിൽ തുടരുന്നു. എംപോക്സ് ജാഗ്രതയിൽ സംസ്ഥാനം. മലപ്പുറത്ത് കർശന നിയന്ത്രണം. രോഗിയുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കി. റൂട്ട് മാപ്പ് പുറത്തുവിടും. ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം. കൊട്ടാരക്കരയിൽ ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് ആലഞ്ചേരി സ്വദേശിനി സരസ്വതി അമ്മ. ഭർത്താവ് പോലീസിൽ കീഴടങ്ങി. ശിരൂരിൽ അർജുനായി വീണ്ടും തെരച്ചിൽ. ഗോവയിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രെഡ്ജർ ഉപയോഗിച്ച് തിരച്ചിൽ. ഗംഗാവലി പുഴയിൽ മണ്ണ് നീക്കി തുടങ്ങി. പാലക്കാട് കണ്ണമ്പ്രയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി. വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഇടുക്കിയിൽ ഏലം കർഷകരെ പ്രതിസന്ധിയിലാക്കി തത്തകളുടെ ശല്യം. വിശദമായി നോക്കാം. നിപയ്ക്ക് പിന്നാലെ എംപോക്സും സ്ഥിരീകരിച്ചതോടെ മലപ്പുറത്ത് അതീവ ജാഗ്രതയാണ്. ജില്ലയിലെത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേരുന്നു. പൊതുനിയന്ത്രണങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ എംഎൽഎമാരുടെ യോഗവും വിളിച്ചിട്ടുണ്ട്. രോഗം സ്ഥിരീകരിച്ച എടവണ്ണ സ്വദേശിയുടെ സമ്പർക്ക പട്ടിക വിപുലീകരിക്കാൻ സാധ്യതയുണ്ട്. വിമാനത്താവളം മുതലുള്ള റൂട്ട് മാപ്പ് ഉടൻ പുറത്തുവിടും. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള യുവാവിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. CV അനുമോദ് വിവരങ്ങളുമായി ചേരുന്നു. അനുമോദ്, ഒരു ആശങ്കയിൽ കൂടിയാണ് മലപ്പുറം ജില്ല പ്രത്യേകിച്ചും കടന്നുപോകുന്നത്. നിപ്പയുടെ ഒരു ആശങ്ക തെല്ലൊന്ന് മാറിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ കേരളത്തിൽ ആദ്യമായി മലപ്പുറത്ത് എംപോക്സ് സ്ഥിരീകരിച്ചത്. ഇന്നലെ നിലവിലെ ഒരു സാഹചര്യം എന്താണ്? എന്തൊക്കെ തരത്തിലുള്ള ജാഗ്രതയാണ് ജില്ലയിൽ പുറപ്പെടുവിച്ചത്? അനുമോദ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് ഉച്ചയോടെ മലപ്പുറത്ത് എത്തിയിരുന്നു. ഉച്ചയ്ക്ക് തന്നെ ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗം ചേർന്നു. അതിനുശേഷം ഇന്നിപ്പോൾ വൈകുന്നേരം 5:30 MLAമാരുടെ ഒരു യോഗം കൂടി വിളിച്ചിട്ടുണ്ട്. എംപോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കൂടുതൽ എന്തെല്ലാം കാര്യങ്ങൾ ആണ് ശ്രദ്ധിക്കേണ്ടത്, എന്തെല്ലാം നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തുക, അതുപോലെ തന്നെ വിമാനത്താവളത്തിൽ കൂടുതൽ എന്തെങ്കിലും പരിശോധനകളോ അത്തരത്തിലുള്ള നടപടികളോ ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ വൈകുന്നേരത്തെ ഈ യോഗത്തിന് ശേഷം ഒരു വ്യക്തത വരുമെന്നാണ് അറിയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ എടവണ്ണയിൽ ആരോഗ്യവകുപ്പിന്റെ നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. ഈ യുവാവുമായി സമ്പർക്കത്തിലുണ്ടായിരുന്ന 30ഓളം പേർ അവരെ കണ്ടെത്തിയിട്ടുണ്ട്. അവർ ഐസൊലേഷനിലാണ്. നിലവിൽ അവർക്ക് ആർക്കും തന്നെ രോഗലക്ഷണങ്ങളില്ല എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. പക്ഷേ ഏതൊരു സാഹചര്യത്തെ നേരിടാൻ വേണ്ട നടപടികളാണ് അവിടെ പുരോഗമിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും അധികം പ്രവാസികൾ എത്തുന്ന ഒരു ജില്ലകളിൽ ഒന്നുകൂടിയാണ് മലപ്പുറം. മാത്രമല്ല കരിപ്പൂർ വിമാനത്താവളമാണ് മലബാറിൽ തന്നെ ഏറ്റവും അധികം വിദേശത്തു നിന്നുള്ള ആളുകൾ വരുന്ന ഒരു സ്ഥലം. അപ്പോൾ വിമാനത്താവളത്തിൽ ഈ വരുന്ന ആളുകളെ പരിശോധിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തുമോ, അത്തരത്തിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരുമോ എന്നീ കാര്യങ്ങളാണ് അറിയേണ്ടതുള്ളത്. അപ്പോൾ ഇതിലൊക്കെ തന്നെ ഇന്നത്തെ ആരോഗ്യമന്ത്രി ജനപ്രതിനിധികളുമായി നടത്തുന്ന കൂടിയാലോചനയ്ക്ക് ശേഷം കൃത്യമായ ഒരു ചിത്രം ലഭിക്കുമെന്നാണ് അറിയുന്നത്. എന്താണെങ്കിലും 5:30 ജനപ്രതിനിധികളുമായിട്ടുള്ള യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. അതിനുശേഷം 6:30 ആരോഗ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. CV അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടുക്കി ഇരട്ടയാറിൽ ടണലിൽ ഒഴുക്കിൽപ്പെട്ട 2 കുട്ടികളിൽ ഒരാൾ മരിച്ചു. കായംകുളം മുതുകുളം നടുവിലേയത്ത് പൊന്നപ്പൻ രജിത ദമ്പതികളുടെ മകൻ അതുൽ ഹർഷാണ് മരിച്ചത്. 13 വയസ്സായിരുന്നു. ഉപ്പുതറ വളക്കോട് സ്വദേശി അസൗരേഷനായി തിരച്ചിൽ തുടരുകയാണ്. വീടിന് സമീപത്തെ ആറ്റിൽ കുളിക്കാനിറങ്ങിയ കുട്ടികൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഇന്ന് രാവിലെ 10 മണിക്കായിരുന്നു അപകടം. ഓണാവധിക്ക് കുടുംബ വീട്ടിലെത്തിയതായിരുന്നു കുട്ടികൾ. സുഭദ്ര വധക്കേസിൽ പ്രതികളെ കൊലപാതകം നടത്തിയ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടക്കുകയാണ്. തെളിവെടുപ്പ് സമയത്ത് ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെയാണ് ശർമിള കാര്യങ്ങൾ വിവരിച്ചത്. പ്രതികളെ 8 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. അതേസമയം കോടതി വളപ്പിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ ശർമിള പൊട്ടിക്കരഞ്ഞു. തെറ്റ് ചെയ്തിട്ടില്ലെന്നാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്.
ശരണ്യ സ്നേഹജൻ ചേരുന്നു വിവരങ്ങളുമായി. ശരണ്യ, നാടിനെ നടുക്കിയ അതിക്രൂര കൊലപാതകമാണ്. അവിടെ ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നു മനസ്സിലാക്കുന്നു. തെളിവെടുപ്പ് പൂർത്തിയായോ? എന്താണ് സാഹചര്യം? അല്പസമയത്തിനകം തന്നെ തെളിവെടുപ്പ് പൂർത്തിയാകും. കലവൂർ കോർത്തശ്ശേരിയിലെ വീട്ടിലെത്തിച്ചാണ് അന്വേഷണ സംഘം ഈ കേസിലെ സുപ്രധാനമായ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം എത്തിച്ചത് മാത്യൂസിനെയാണ്. പിന്നീട് പുറകെയുള്ള വാഹനത്തിലാണ് ഷർമിളയെ എത്തിച്ചത്. ആദ്യം മാത്യു എത്തി കുഴിയെടുത്ത ഭാഗത്ത് പോലീസിന് കാര്യങ്ങൾ വിശദീകരിച്ചു നൽകി. അതിനുശേഷം മാത്യുവിനെ വീടിനകത്തെത്തി തെളിവെടുപ്പ് നടത്തി. തുടർന്നാണ് ഈ വീടിന്റെ മുൻഭാഗത്തെ ഹാളിലാണ് ഈ കൊലപാതകം നടന്നതെന്ന് മാത്യു വിശദീകരിച്ചു. എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്നടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു. പിന്നീട് അവിടെ നിന്നും തൊട്ടടുത്തുള്ള ഒരു തോടിന്റെ ഭാഗത്തേക്ക് പോവുകയും അവിടെ വെച്ചിട്ടാണ് അവിടെ ഒരു തലയണ ഉപേക്ഷിച്ച നിലയിൽ പോലീസ് കണ്ടെത്തിയിരുന്നു. ഈ തലയണ ഇവരെ കൊലപ്പെടുത്തുന്ന സമയത്ത് സുഭദ്രയുടെ രക്തക്കറ പുരണ്ടതാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. തുടർന്ന് ആ തലയണ അവിടെ നിന്ന് പോലീസ് കളക്ട് ചെയ്തു. പിന്നീട് ഇവരെ വീണ്ടും എത്തിച്ച് വീടിനകത്ത് എത്തിച്ചു. വീടിന്റെ പിൻഭാഗത്ത് അടുക്കള ഭാഗത്തായി ഇവരുടെ കഴുത്ത് ഞെരിച്ചിരുന്ന അല്ലെങ്കിൽ കഴുത്ത് മുറുക്കാൻ ഉപയോഗിച്ചിരുന്ന ഷോള് കത്തിച്ച നിലയിലുണ്ടായിരുന്നു. ആ ഷോളിന്റെ അവശിഷ്ടങ്ങളും ഫോറൻസിക് വിഭാഗം ഇപ്പോൾ കളക്ട് ചെയ്ത് അതിന്റെ അവശിഷ്ടങ്ങളും അവർ എടുത്തിട്ടുണ്ട്. ഈ വീടിനകത്ത് ഇപ്പോഴും മാത്യുവിനെ കൊണ്ട് തെളിവെടുപ്പ് നടക്കുകയാണ്. സുഭദ്രയെ അവർ കൊണ്ടുപോയി. അതിനുശേഷം ഇവിടുത്തെ തെളിവെടുപ്പ് പൂർത്തിയായതിനു ശേഷം പിന്നീട് ഉടുപ്പിയിലേക്ക് ഇന്ന് വൈകിട്ട് തന്നെ അന്വേഷണ സംഘം ഇവരെ കൊണ്ടുപോകുമെന്നുള്ളതാണ്. കാരണം സ്വർണ്ണാഭരണങ്ങൾ സുഭദ്രയുടേത് വിറ്റിട്ടുണ്ട്. അത് 2-3 തവണയായി എത്തി വിറ്റതായാണ് വ്യക്തമാക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ അവിടെ എത്തി ഈ സ്വർണം റിക്കവർ ചെയ്യുക അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തിനുണ്ട്. എന്തായാലും ഈ കേസിലെ സുപ്രധാനമായ പല തെളിവ് നശിപ്പിക്കാൻ പ്രതികൾ ഉപയോഗിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായിട്ടുണ്ട്. ആലപ്പുഴ ഡിവൈഎസ്പിയുടെയും മണ്ണഞ്ചേരിയുടെയും നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ തന്നെ ഈ പ്രതികൾ ഈ പോലീസിനോട് കൊലപാതകം നടത്തി അടക്കമുള്ള വിവരങ്ങൾ വിവരിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ കോടതി വളപ്പിൽ ഇന്ന് കസ്റ്റഡിക്ക് ശേഷം വിട്ടുകൊടുത്ത പ്രതികൾ ഷർമിള വളരെ അവിടെ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങി വരികയും താൻ യാതൊന്നും ചെയ്തിട്ടില്ല എന്ന് മാധ്യമങ്ങളോടക്കം വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടേക്ക് എത്തിയപ്പോൾ യാതൊരുവിധ ഭാവഭേദവും ഇല്ലാതെയാണ് കൊലപ്പെടുത്തിയതും ഒപ്പം തന്നെ കുഴിച്ചുമൂടിയതും അടക്കമുള്ള കാര്യങ്ങൾ ഈ കേസിലെ 1-ാം പ്രതിയും ഈ കൊലപാതകത്തിൽ സുഭദ്രയുമായി വർഷങ്ങളായി അടുപ്പമുണ്ടാകുകയും ചെയ്തിരുന്ന ഷർമിള വെളിപ്പെടുത്തിയതും കാര്യങ്ങൾ വ്യക്തമാക്കിയതും. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൊട്ടാരക്കര പള്ളിക്കൽ ആലുംചേരിയിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് പോലീസിൽ കീഴടങ്ങി. 63 വയസ്സുള്ള സരസ്വതി അമ്മയാണ് കൊല്ലപ്പെട്ടത്. സംഭവശേഷം ഭർത്താവ് സുരേന്ദ്രൻ പിള്ള പോലീസിൽ കീഴടങ്ങി. കുടുംബവഴക്കാണ് കൊലപാതകത്തിന് കാരണം. ഈ സംഭവം ചെറിയ വീട്ടുവഴക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു പറഞ്ഞത്. പക്ഷേ പുറത്താരും അറിയത്തക്ക രൂപത്തിലില്ലായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അവിചാരിതമായിട്ടുള്ളൊരു സംഭവമാണ്. ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകുമെന്നൊരു വിചാരമില്ലല്ലോ. പെട്ടെന്ന് ഇങ്ങനെ ആൾ വിളിച്ച് പറയുകയാണ് ഇങ്ങനെ കഴുത്തറുത്ത് കൊല ചെയ്യപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഓടി വരുന്നത്. കിടപ്പ് അടുക്കളയ്ക്ക് തൊട്ടിപ്പുറത്തെ മുറിയില്ല. അവരും ഭർത്താവ് അവരുടെ. കർണാടകയിലെ ശിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശിനി അർജുൻ ഉൾപ്പെടെ 3 പേർക്കുള്ള തിരച്ചിലിനായി ഡ്രഡ്ജർ ശിരൂർ അഴിമുഖത്തെത്തിക്കും. വേലിയിറക്ക സമയത്ത് ഡ്രഡ്ജർ ഗംഗാവലിപ്പുഴയിൽ ഇറക്കാനാണ് തീരുമാനം. പാലക്കാട് കണ്ണമ്പ്രയിൽ പട്ടാപ്പകൽ കാട്ടാനക്കൂട്ടമിറങ്ങി. വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയിൽ മേരിഗിരിയിൽ നിന്നും ആരംഭിക്കുന്ന മലയോര പാതയിലാണ് 5ഓളം കാട്ടാനകൾ റോഡിന് സമീപമെത്തിയത്. കാട്ടാനക്കൂട്ടത്തെ പ്രദേശത്ത് കണ്ടതോടെ യാത്രക്കാർ ഏറെ ഭീതിയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്ത് സ്വകാര്യ വ്യക്തികളുടെ കൃഷിയിടത്തിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി തെങ്ങുകളും കവുങ്ങുകളും നശിപ്പിച്ചിരുന്നു. തകർന്നു കിടക്കുന്ന ഫെൻസിംഗ് സംവിധാനം ശരിയാക്കണമെന്ന് നാട്ടുകാർ പലതവണ പരാതിപ്പെട്ടിട്ടും നടപടിയില്ലെന്നാണ് അറിയുന്നത്. ഇടുക്കിയിലെ ഏലം കർഷകരെ പ്രതിസന്ധിയിലാഴ്ത്തി തത്തകളുടെ ശല്യം. നെടുങ്കണ്ടം മാവടി മേഖലയിലെ കൃഷിയിടങ്ങളിലാണ് തത്തകൾ വ്യാപകമായി നാശം വിതയ്ക്കുന്നത്. കൂട്ടമായി ഏലത്തോട്ടങ്ങളിലെത്തുന്ന ഏക്കർ കണക്കിന് കൃഷിഭൂമിയിലെ ഏലക്കായ്കളാണ് തത്തകൾ തിന്നു നശിപ്പിക്കുന്നത്. മാവടിയിലെയും സമീപ മേഖലകളിലെയും ഏലം കർഷകർക്ക് നിലവിൽ കൃഷിഭൂമിയിലെ ജോലികൾ ചെയ്യാൻ സമയമില്ല. പാട്ടകൊട്ടി ശബ്ദമുണ്ടാക്കി എങ്ങനെയും തത്തകളെ തുരത്താനുള്ള തത്രപ്പാടിലാണിവർ.
മുൻവർഷങ്ങളിലും തത്തകൾ കൃഷിയിടങ്ങളിൽ എത്തിയിരുന്നെങ്കിലും വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നില്ല. ഇത്തവണയാണ് വിളനാശം കൂടുതൽ. 1 മാസം മുമ്പാണ് ഇത്തവണ തത്തകൾ കൃഷിയിടങ്ങളിലേക്ക് എത്തിത്തുടങ്ങിയത്. നിലവിൽ 100 കണക്കിന് തത്തകളാണ് വിവിധ മേഖലകളിൽ എത്തുന്നത്. വിളവെടുപ്പിന് പാകമായതും അല്ലാത്തതുമായ ഏലക്കായ ഇവ തിന്ന് നശിപ്പിക്കും. ഇത് 1 കലക്ടർ സ്ഥലം ഏലക്കൃഷിയുള്ളൂ. അതിനകത്ത് പറമ്പിൽ ഒരു വൈസോട് ചേർന്ന് 2 വർഷം മുമ്പ് എന്തോ ഏലക്കായ ഇങ്ങനെ ഇതുപോലെ പൊട്ടിച്ചിട്ടേക്കുന്നത് കണ്ടു. അപ്പം ഞാൻ പകല് നിരീക്ഷിച്ച് പഠിച്ചപ്പം തത്തയാണ് ഇതിന് പിന്നിൽ, തത്തയാണ് ഇത് കളയുന്നതെന്ന് ബോധ്യപ്പെട്ടു. അന്ന് ആൾക്കാർ 5-10-15 ചെടിയിലേ കളഞ്ഞിരുന്നുള്ളൂ. അതിനുശേഷം ഞാൻ ആൾക്കാരൊക്കെ പറഞ്ഞപ്പോൾ ഇത് തത്തയാണെന്ന് ആർക്കൊരു വിചാരമില്ല. തത്ത നിലത്തിറങ്ങില്ല, തത്ത ഇങ്ങനെ കളയില്ല എന്നൊക്കെ വിചാരമായിരുന്നു. എന്നിട്ട് കഴിഞ്ഞ വർഷം ഇത് വ്യാപകമായിട്ട് വന്നില്ല. കഴിഞ്ഞ വർഷം മഴ കഴിഞ്ഞ മുമ്പത്തെ വർഷം 8-15 ചെടിയൊക്കെ കളഞ്ഞുള്ളൂ. കഴിഞ്ഞ വർഷം അതിലേ ഓരോ തത്തയൊക്കെ ഇറങ്ങി ഈ ഏലക്ക കളഞ്ഞു. പക്ഷെ എന്തായാലും പറമ്പിൽ വാഴക്കല മുഴുവൻ തീർത്തുപോയി. അന്നേരം തത്തയൊരു ദോഷം ചെയ്യുന്ന ഒരു ജീവിയായിട്ടൊന്നും ആൾക്കാരും കണ്ടിരുന്നില്ല. പക്ഷേ ഈ വർഷം ഇപ്പോൾ 1 മാസമായിട്ട് 1 മാസം മുമ്പ് തുടങ്ങി ഇവിടെ ഈ ഏലം മാത്രം ഇപ്പം വാഴക്കലൊന്നും വേണ്ട, ഒരു സാധനവും വേണ്ട. രാവിലെ മുതൽ വൈകുന്നേരം വരെ കൃഷിയിടങ്ങളിൽ തത്തശല്യമുണ്ട്. ഏലത്തോട്ടത്തിലെ വലിയ മരങ്ങളിലാണ് ഇവ നിലയുറപ്പിക്കുക. കൂട്ടമായി കൃഷിയിടത്തിലേക്ക് ഇറങ്ങി നാശം വിതയ്ക്കും. പാട്ടകൊട്ടി ശബ്ദമുണ്ടാക്കി ഇവയെ തുരത്താൻ കർഷകർ ശ്രമിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായും ഫലപ്രദമല്ല. ശബ്ദം കേൾക്കുമ്പോൾ മരങ്ങളിലേക്ക് പറന്നുയരുന്ന ഇവ കർഷകർ മാറിയാൽ ഉടൻ തന്നെ തിരികെ എത്തും. പൂർണ്ണമായും ഇവയെ തുരത്താനാവില്ലെങ്കിലും കൃഷിയിടത്തിന് ചുറ്റും വലിയ ശബ്ദമുയരുന്ന തരത്തിൽ സംവിധാനങ്ങൾ ഒരുക്കി പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാൻ നടപടി ഉണ്ടാവണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഫാം ടൂറിസം ഫാം സ്കൂൾ പദ്ധതിക്കൊരുങ്ങി പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡ്. ഫലവൃക്ഷ തൈകളുടെയും പച്ചക്കറി തൈകളുടെയും ഉൽപാദനവും വിപണനവും നടക്കുന്ന കേന്ദ്രത്തിൽ 5 കോടി രൂപയുടെ നവീകരണമാണ് നടപ്പാക്കുന്നത്. കൃഷിവകുപ്പിന് കീഴിലുള്ള പട്ടാമ്പിയിലെ സെൻട്രൽ ഓർച്ചാർഡ് നവീകരണത്തിന് വഴിയൊരുങ്ങി. ബജറ്റിൽ 5 കോടി രൂപ വകയിരുത്തിയതിനെ തുടർന്നാണ് വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത്. കർഷകർക്ക് കൂടുതൽ ഗുണകരമായ പദ്ധതികൾ നടപ്പാക്കുന്നതിനോടൊപ്പം പൊതുജനങ്ങൾക്ക് കൂടി പ്രയോജനം ലഭിക്കുന്ന വിധം ഫാം ടൂറിസം, ഫാം സ്കൂൾ എന്നീ പദ്ധതികളും ആവിഷ്കരിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. ഇതിന്റെ വിശദ പദ്ധതി രൂപരേഖ തയ്യാറാക്കുന്നതിന് യോഗം ചേർന്നു. ഒരു കാലത്ത് പട്ടാമ്പിയിലും പരിസര പ്രദേശത്തും കൃഷിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രോത്സാഹനം നൽകിക്കൊണ്ട് കർഷകരുടെ കൂടെ നിന്ന ഒരു വലിയൊരു സ്ഥാപനമാണ്. അപ്പം അത് പട്ടാമ്പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അസറ്റാണ്. അതിനെ നവീകരിച്ച് ഏറ്റവും ആധുനികവൽക്കരിക്കുക എന്നതാണ്. കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ മേൽനോട്ടത്തിലാണ് നവീകരണം നടത്തുക. കേന്ദ്ര ഓർച്ചാർഡിൽ ഫലവൃക്ഷ തൈകളുടെയും പച്ചക്കറി തൈകളുടെയും ഉൽപാദനവും വിപണനവുമാണ് പ്രധാനമായും നടക്കുന്നത്. 25 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. വ്യത്യസ്ത ഇനം ഫലവൃക്ഷ തൈകൾക്കും മറ്റുമായി സമീപ ജില്ലകളിൽ നിന്നുമുള്ളവരും ഇവിടെ എത്തുന്നുണ്ട്. തൈ ഉൽപാദനത്തോടൊപ്പം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നതിനാവശ്യമായ പദ്ധതികളും നടപ്പാക്കാനാണ് തീരുമാനം. ന്യൂസ് 18 പട്ടാമ്പി. ബസ് മുത്തശ്ശന് രാജകീയ റീ എൻട്രി നൽകി വിദ്യാർത്ഥികൾ. ഇടുക്കി രാജകുമാരി MGM ITIയിലെ വിദ്യാർത്ഥികളാണ് പഴയ ടാറ്റ മെഴ്സിഡസ് ബെൻസ് ബസ്സിന് പുതുജീവനേകിയത്. ഒരു കാലത്ത് കേരളത്തിന്റെ നിരത്തുകളെ കീഴടക്കിയിരുന്ന ബസ്സായിരുന്നു ഇത്. രാജകുമാരി MGM ITIയുടെ ഗാരേജിൽ വിശ്രമിക്കുന്ന ബസ് മുത്തശ്ശനെ ആരും ഒന്ന് നോക്കി നിന്നു പോകും. പഴമയുടെ പ്രൗഢിയിൽ തല ഉയർത്തി നിൽക്കുന്ന വാഹനം. ടാറ്റയും മെഴ്സിഡസ് ബെൻസും ചേർന്ന് നിർമ്മിച്ച ബസ് 1962 തിരുവനന്തപുരത്തിന്റെ നിരത്തുകളിൽ ഓട്ടം ആരംഭിച്ചത്. 1965 KSRTCയുടെ ഭാഗമായി KLX 604 എന്ന നമ്പറിൽ കേരളത്തിലുടനീളം സർവീസ് നടത്തി. 1978 രാജകുമാരി ITI ബസ് സ്വന്തമാക്കിയത്. ഏറെ നാളായി വിശ്രമ ജീവിതത്തിലായിരുന്ന ബസ് വിദ്യാർത്ഥികളുടെ ആഗ്രഹപ്രകാരം നവീകരിക്കുകയായിരുന്നു. സാറുമാരെല്ലാം സപ്പോർട്ട് ചെയ്ത് പെയിന്റും സാധനങ്ങളെല്ലാം മേടിച്ചു. ഞങ്ങൾ 4-5 പേരെല്ലാം കൂടി സീനിയേഴ്സും ജൂനിയേഴ്സും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ചെയ്ത് ഇത്രയാക്കിയെടുത്തു. 1 ലക്ഷത്തോളം രൂപ ചിലവിട്ടാണ് ബസ് നവീകരിച്ചത്. പഴമയുടെ പ്രൗഢി ഒട്ടും ചോരാതെ ബസ് വീണ്ടും നവീകരിക്കാനായി. ഇനി വരും തലമുറയ്ക്ക് പഴയകാല സ്മരണകൾ നിലനിർത്താൻ വേണ്ടി ഈ ബസ് ഇതുപോലെ പണി കഴിപ്പിക്കണമെന്ന് നാട്ടുകാരുടെ ആവശ്യപ്രകാരമാണ് നമ്മൾ ഈ തീരുമാനത്തിലേക്ക് എത്തുകയും കുട്ടികൾ അതിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തു. ഇതിന് ഏറെ പ്രത്യേകതകളുണ്ട്. ഇതിന് നമ്മൾ നോക്കുമ്പോൾ കാണാം, ഇതിന് ഇൻഡിക്കേറ്ററുകളൊന്നും ഇല്ലാത്തൊരു വണ്ടിയാണ്. ഹെഡ്ലൈറ്റ് മാത്രമേ ഇതിനുള്ളൂ.
പുറകിൽ ബ്രേക്ക് ലൈറ്റ് ഉള്ളൂ. ഇതിൻ്റെ ക്യാബിനിൽ കയറി നോക്കിയാൽ കാണാം അവിടെ ലൈറ്റുകളൊന്നുമില്ല. അത്രയ്ക്കും പഴമയുള്ളൊരു വണ്ടിയാണ് ഇത്. കേരളത്തിന്റെ പഴയ പടക്കുതിരയെ കാണാൻ നിരവധി ആളുകളും എത്തുന്നുണ്ട്. റീൽസായും സ്റ്റോറിയായും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ഈ ബസ് മുത്തശ്ശൻ. ഒരു കൗതുകത്തിൻ്റെ പുറത്ത് വന്നതാണ്. കണ്ടു കഴിഞ്ഞപ്പം കൊള്ളാം. നമുക്കൊക്കെ മുമ്പേ ജീവിച്ചു പോയൊരു യാത്ര ചെയ്തൊരു വാഹനം കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. കുട്ടികളുടെ പഠനാവശ്യത്തിനൊപ്പം പൊതുജനങ്ങൾക്ക് പഴയ മോഡൽ ബസ് കാണാൻ അവസരവും ഒരുക്കുകയാണ് MGM ITA അധികൃതർ. ന്യൂസ് 18 ഇടുക്കി. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ പാക്കേജ് ഒരുക്കി കണ്ണൂർ KSRTC. മിതമായ നിരക്കിലാണ് ടൂർ പാക്കേജ്. ചെറിയ നിരക്കിൽ ടൂർ പാക്കേജ് നടത്തിക്കൊണ്ടിരിക്കുന്ന KSRTC ഇപ്പോൾ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി അതിലും ചുരുങ്ങിയ നിരക്കിൽ പാക്കേജ് ഒരുക്കിയിരിക്കുകയാണ്. 3 നേരം സ്വാദിഷ്ടമായ ഭക്ഷണവും എൻട്രി ഫീസും ഉൾപ്പെടുന്നതാണ് പാക്കേജ്. പദ്ധതിയുടെ ആദ്യ യാത്ര കണ്ണൂർ കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വാളണ്ടിയർമാരുടെ പ്രകൃതി പഠനയാത്രയുമായി ബന്ധപ്പെട്ട് പൈതൽമല, ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം എന്നിവിടങ്ങളിലേക്കായിരുന്നു. KSRTC ചീഫ് ട്രാഫിക് ഓപ്പറേഷൻ നോർത്ത് സോൺ വി മനോജ് കുമാർ ആദ്യ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. കുട്ടികൾക്ക് വലിയ സന്തോഷം നൽകുന്നതായിരുന്നു യാത്ര. ന്യൂസ് 18 കണ്ണൂർ. ഭിന്നശേഷിക്കാരിയായ വിദ്യാർത്ഥിനിക്കും അമ്മയ്ക്കും സ്വന്തമായി വീടെന്ന സ്വപ്നം ഈ ഓണക്കാലത്ത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് അധ്യാപക സംഘടനയായ KSTA. കണ്ണൂർ പാനൂർ ഉപജില്ലയിലെ കുന്നോത്ത് പറമ്പിലെ അമ്മയ്ക്കും മകൾക്കുമാണ് വീട് നിർമ്മിച്ചു നൽകിയത്. KSTA ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കി വരുന്ന കുട്ടിക്കൊരു വീട് പദ്ധതി പ്രകാരമാണ് നിർമ്മാണം. കണ്ണൂർ ജില്ലയിലെ 13ാമത്തെ വീടിന്റെ താക്കോൽദാനമാണ് മുളയാത്തോടിൽ നടന്നത്. നിർധനരായ വിദ്യാർത്ഥികളെ കണ്ടെത്തുകയും അവർക്ക് തികച്ചും സൗജന്യമായി വീട് നിർമ്മിച്ചു നൽകുകയും ചെയ്യും. അധ്യാപക മേഖലയിൽ നിന്ന് വിരമിച്ചവരുടെയും സഹായമുണ്ട്. KK ശൈലജ MLA വീടിന്റെ താക്കോൽ കൈമാറി. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഇത് 13ാമത്തെ വീടാണ് KSTA നിർമ്മിച്ചു നൽകുന്നത്. ഗവൺമെൻറ്റിൻ്റെ പദ്ധതി കൊണ്ട് മാത്രം വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വളരെ പെട്ടെന്ന് വീടുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അസാധ്യമാണ്. അപ്പോഴാണ് നിരവധി പുരോഗമന സംഘടനകൾ മുന്നോട്ട് വന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലെ സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KSTA എടുത്തിട്ടുള്ള തീരുമാനമാണ്. അഭിമാനകരമായ അവസരമെന്ന് ഭാരവാഹികൾ. ഞങ്ങൾ ഇന്ന് 13ാമത്തെ വീടിൻ്റെ താക്കോൽ കൈമാറുമ്പോൾ വളരെ അഭിമാനത്തോടുകൂടി ഞങ്ങൾ പറയുകയാണ്, ഇനിയും 2 വീടുകൾ കൂടി താക്കോൽ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ കൈമാറും. എല്ലാ സബ് ജില്ലയിലും ഒരു വീട് എന്നതാണ് സംഘടന വെച്ചിട്ടുള്ള നിർദ്ദേശം. ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വീട് പൂർത്തീകരിക്കാനായി എന്നുള്ളത് നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചാരിതാർത്ഥ്യകരമായ സംഭവം തന്നെയാണ്. കാരണം ഒരു സംഘടന എങ്ങനെയാണ് സാമൂഹ്യ പ്രതിബദ്ധത ഉയർത്തിക്കാണിക്കാനാവുക എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണം തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു പദ്ധതി ഇവിടെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് ദേവസ്മിതയും അമ്മ ചന്ദ്രികയും. വീടൊരു സ്വപ്നമായിരുന്നു. മോളെയും കൊണ്ട് കഷ്ടപ്പെടുന്നായിരുന്നു. വീട് അധ്യാപകരെല്ലാവരും കൂടി വീട് യഥാർത്ഥമാക്കി തന്നു. ന്യൂസ് 18 കണ്ണൂർ. ഇടവേള. തിരികെ വാർത്തയിലേക്ക്. പത്തനംതിട്ട കൈപ്പട്ടൂരിൽ വാഹനാപകടത്തിൽ കാർ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അമിത വേഗതയിലെത്തിയ കാർ നിയന്ത്രണം വിട്ട് മതിലിടിച്ച് തകർക്കുകയും റോഡിലേക്ക് മറിയുകയുമായിരുന്നു. കൊല്ലം സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് മതിലിടിച്ച് മറിഞ്ഞത്. തൃശൂർ തൃപ്രയാർ സെന്ററിനടുത്ത് ദേശീയപാത 66-ൽ കണ്ടെയ്നർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 മരണം. സ്കൂട്ടർ യാത്രക്കാരായ യുവാക്കളാണ് മരിച്ചത്. കോതംകുളം ബീച്ച് സ്വദേശി ആശീർവാദ്, വലപ്പാട് മാലാകവളവ് സ്വദേശി ഹാഷിം എന്നിവരാണ് മരിച്ചത്. ഒരാൾ പരിക്കേറ്റ് ചികിത്സയിലാണ്. തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയിൽ ചെറുതോണിക്ക് സമീപം പാറേമാവിൽ
ഒരു പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹത്തിന് 10 ദിവസത്തോളം പഴക്കമുള്ളതായാണ് നിഗമനം. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുമാരനാശാന്റെ കൃതികളെ ആസ്പദമാക്കി കവിയും മാധ്യമപ്രവർത്തകനുമായ ജിതേഷ് ശ്രീരംഗം തിരക്കഥയെഴുതി സംവിധാനം ചെയ്യുന്ന നളിനി അല്ലെങ്കിൽ ഒരു സ്നേഹം എന്ന സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചു. കായംകുളം പുതുപ്പള്ളിയിലെ ചേവണ്ണൂർ കളരിയിൽ പത്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികൾ ചിത്രീകരണ ഉദ്ഘാടനം നിർവഹിച്ചു. സിനിമയുടെ അണിയറ പ്രവർത്തകർ പങ്കെടുത്തു. ചേവണ്ണൂർ കളരിക്ക് പുറമെ ശിവഗിരി, പല്ലന, കുമാരകോടി, ആലപ്പുഴ, ഹരിദ്വാർ എന്നിവിടങ്ങളിലാണ് ചിത്രീകരണം നടക്കുന്നത്. ജാതി, മതം, സന്യാസം തുടങ്ങിയ പുരുഷാധിപത്യ പ്രവണതകൾ നാടുവാഴുമ്പോൾ ആശാന്റെ നായികമാർ നടത്തുന്ന ഒരു വേറിട്ട സഞ്ചാരവും അനുഭവമാണ് സിനിമ. SNDP യോഗം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ശ്രീനാരായണ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഓണസദ്യ സംഘടിപ്പിച്ചു. ദന്തൽ കോളേജ് ക്യാമ്പസിൽ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രൻ, VS ശിവകുമാർ, BJP ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കൊല്ലം കൊട്ടാരക്കരയിൽ ഗൃഹനാഥനെ കാണുവാനില്ല എന്ന് പരാതി. മൈനാഗപ്പള്ളി സ്വദേശി അനി ജോസഫിനെയാണ് കാണാതായത്. കുടുംബാംഗങ്ങൾ അന്വേഷണം ആവശ്യപ്പെട്ട് ശാസ്താംകോട്ട പോലീസിൽ പരാതി നൽകി. മൈനാഗപ്പള്ളി ഇടവനശ്ശേരിയിലാണ് നമ്മളുള്ളത്. വാറുതുണ്ടിൽ കിഴക്കതിൽ എന്ന ഈ വീട്ടിലെ ഗൃഹനാഥനെ കാണാതെയായിട്ട് ഏകദേശം 9 ദിവസം പിന്നിടുന്നുണ്ട്. ഇതുവരെയും അദ്ദേഹത്തെ കണ്ടുകിട്ടാൻ സാധിച്ചിട്ടില്ല. 9-ാം തീയതിയിൽ അദ്ദേഹം ഈ വീട്ടിന്റെ ഈ മുറ്റത്ത് ഈ പടിയിൽ ഇന്ന് സംസാരിച്ചിരിക്കുന്നതായിരുന്നു ഈ വീട്ടിലുള്ളവർ കണ്ടത്. പിന്നെ ഈ വീട്ടിലെ ഗൃഹനാഥ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് പുറത്തോട്ട് പോയ സമയത്ത് തിരിച്ചു വന്നപ്പോഴാണ് അദ്ദേഹത്തെ ഇവിടെ നിന്നും കാണാതെ. അദ്ദേഹം ഇവിടെ നിന്നും നടന്നു പോയതായിട്ട് ഇവിടെ വീട്ടിലുള്ള ഇവിടുത്തെ അച്ഛൻ കാണുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം. ചേച്ചി, ശരിക്കും വളരെ ദുഃഖിതരാണ് നിങ്ങൾ പോയി ഈ ഒരു സാഹചര്യത്തിൽ. എന്താണ് പോലീസ് പരാതി നൽകിയോ? നൽകി. പെട്ടെന്ന് പ്രത്യേക വിശേഷങ്ങളൊന്നുമില്ല. കടബാധ്യതകളോ വഴക്കുകളോ അങ്ങനെയൊന്നും ഒരു പ്രശ്നവും ഇല്ല ഇവിടെ. പിന്നെ എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും പറഞ്ഞിരുന്നോ നേരത്തെ? ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. പനി ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. സ്വാഭാവികമായിട്ടുള്ളൊരു സംശയം, എന്തെങ്കിലും കടബാധ്യത ഒന്നുമില്ല. ഒരു വണ്ടി ഏതെങ്കിലും ലോണും ഉണ്ട്, അത് ഞങ്ങൾ അടച്ചോണ്ടിരിക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് കടങ്ങളും ബാധ്യതകളും ഒന്നുമില്ല. പോലീസ് എന്താണ് പറഞ്ഞത്? പോലീസ് പറഞ്ഞ് അന്വേഷിക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. അവരെ കൊണ്ടാവുന്ന പോലെ അവർ അന്വേഷിക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. 9-ാം തീയതിയിൽ ഈ വീട് വിട്ട് ഇറങ്ങുന്നു ഇവിടുത്തെ ഗൃഹനാഥൻ. അന്നത്തെ ദിവസം തിരിച്ചു വരും എന്ന് കരുതി ഇവർ കാത്തിരുന്നു. തിരിച്ചു വരാതെ ആയപ്പോഴാണ് ഇവർ തൊട്ടടുത്തുള്ള ശാസ്താംകോട്ട പോലീസിൽ പരാതി നൽകുകയും ചെയ്തത്. പരാതി നൽകിയിട്ട് പോലീസ് അന്വേഷിക്കുന്നു എന്നുള്ളൊരു മറുപടിയാണ് നൽകുന്നത്, അല്ലേ ചേട്ടാ? ശരിക്കും മറുപടിയാണ്. നമ്മളന്ന് വൈകിട്ട് 10 മണിയോടുകൂടി സ്റ്റേഷനിൽ പോവുകയും ഒരു 11 മണിക്കകത്ത് നമ്മൾ FIR രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞ് SI സാറിൻ്റെ അടുത്ത് വിളിച്ചപ്പോൾ ചെയ്യാം, 1 മണി 1:30 ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് എല്ലാം ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഭരണിക്കാവ്, ചക്കുവള്ളി, പതാരം ആ റൂട്ടിലെല്ലാം ഇറങ്ങി വെളുപ്പിന് 3 മണിയായപ്പോഴത്തേക്കാണ് നമ്മളിവിടെ വന്നത്. അതുവരെയും വിവരമൊന്നും കിട്ടിയില്ല. അടുത്ത 2 ദിവസങ്ങൾ നമ്മൾ അന്വേഷിച്ചു. ഇതുവരെ ഇന്നേവരെ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. തൊട്ടടുത്ത ബന്ധുക്കളുടെ വീടുകളിലൊക്കെ അന്വേഷിച്ചു. ബന്ധുക്കളുടെ വീടുകളിലെല്ലാം അന്വേഷിച്ചു. പള്ളികൾ അന്വേഷിച്ചു. മണർകാട് പള്ളിയിൽ പോയിരുന്നു ഒരാഴ്ച മുന്നേ. ആ പള്ളികളിലും അന്വേഷിച്ച്. ബാക്കിയെല്ലാം ഇതുവരെ ഒരു മെസ്സേജുകൾ നമുക്ക് വന്നിട്ടില്ല. വീട്ടിലെ അനി ജോസഫ് ഇവിടെ നിന്നും പോകുന്നതായിട്ട് വീട്ടിലെ ഗൃഹനാഥൻ അപ്പച്ചൻ കണ്ടു, അല്ലേ അപ്പച്ച? അപ്പൊ എങ്ങനെയായിരുന്നു കണ്ടത്? ഇവിടെ ഞാൻ ഈ ഇതുപോലെ നിൽക്കുമ്പം അവൻ ഇങ്ങോട്ട് വടക്കോട്ട് പോന്ന കണ്ട്, മറ്റേ പടിയാട്ടാവുന്ന മുറക്കാൻ പിടിക്കാൻ പോന്നെ. അങ്ങനെ ഞാൻ കണ്ടുള്ളൂ. എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഒന്നും പറയത്തില്ല. എന്നൊന്നും ഉച്ചക്കൊന്നും പറഞ്ഞിട്ടില്ല. തിരിച്ചു വരുമെന്ന് കരുതിയായിരുന്നു പെട്ടെന്ന്. വൈകിട്ട് പോകുന്ന അവൻ 6 മണി വരെ കാത്തിരുന്നു. ഇപ്പം വരും. അത് സാധാരണഗതിയിൽ ഇങ്ങനെ വേറെ എവിടെയെങ്കിലും പോയിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടോ? ഇല്ലില്ല, അപ്പോഴേഞ്ഞ് വരും. കടയിൽ പോയാൽ അന്നേരം മുട്ടച്ച് അവിടെ വന്നിട്ട് ചിലപ്പോൾ പോച്ചക്ക് ആകുമ്പോൾ പോച്ചക്ക് പോകും. അതേ ഉള്ളൂ. അനി ജോസഫിന് 2 മക്കളാണുള്ളത്. അവർ രണ്ടുപേരും പഠിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ പെട്ടെന്ന് തന്നെ ഈ ഗൃഹനാഥൻ വീട്ടിലേക്ക് വരും എന്നുള്ള വലിയൊരു പ്രതീക്ഷയിലാണ് ഈ കുടുംബം. അപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു അന്വേഷണം നടത്തി അദ്ദേഹത്തെ കണ്ടെത്തണം എന്നുള്ള വലിയൊരു ആവശ്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. എസ് വിനീഷ്, ന്യൂസ് 18, കൊട്ടാരക്കര.
പൂനെയിലെ കമ്പനിയിൽ ജോലിഭാരം താങ്ങാനാകാതെ മലയാളി യുവതി അന്ന സെബാസ്റ്റ്യൻ മരിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ. തൊഴിൽ ചൂഷണത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് തൊഴിൽ സഹമന്ത്രി ശോഭ കരന്തലജെ വ്യക്തമാക്കി. ജോലി സമ്മർദ്ദം താങ്ങാൻ കഴിയാത്തതാണ് അന്നയുടെ മരണത്തിന് കാരണമെന്നാണ് പിതാവ് സെബാസ്റ്റ്യൻ ന്യൂസ് 18നോട് പറയുന്നത്. അമിതമായ ജോലിഭാരത്തെ തുടർന്ന് കുഴഞ്ഞു വീണ് മരിച്ച അന്ന സെബാസ്റ്റ്യന്റെ വാർത്തയാണ് ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ ഒരു വർക്ക് കൾച്ചർ അത് മാറ്റേണ്ടത് ഏറ്റവും അത്യാവശ്യം തന്നെയാണെന്ന് എന്നാണ് സമൂഹ മാധ്യമങ്ങളടക്കം എല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്നത്. ഇപ്പോൾ കേന്ദ്രം തന്നെ ഇതിലൊരു അന്വേഷണവും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം അന്നയുടെ പിതാവ് ചേരുന്നുണ്ട്. അച്ഛാ, ഇപ്പോൾ കേന്ദ്രം ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് അറിഞ്ഞല്ലോ. ഞാനിപ്പോൾ നേരത്തെ ചാനലുകൾ വന്ന ശേഷമാണ് ഞാൻ അറിഞ്ഞത്. ഇങ്ങനെ അവർ പറയുന്ന ഇങ്ങനെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന്, അല്ലാതെ അറിയത്തില്ലായിരുന്നു. ഇങ്ങനെ ഒരു അന്വേഷണം അല്ലെങ്കിൽ മൊത്തത്തിലുള്ളൊരു കമ്പനികളുടെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ വർക്ക് കൾച്ചർ അത് മാറ്റേണ്ടത് ഏറ്റവും അത്യാവശ്യം തന്നെയാണ്. തീർച്ചയായിട്ടും അത് മാറണം. കാരണം ഇവർക്ക് ഒരു നിശ്ചിത സമയമില്ല. മാക്സിമം നമ്മുടെ അടുത്തുനിന്ന് മാക്സിമം അങ്ങനെ ചൂഷണം ചെയ്യാൻ മാത്രമേ കമ്പനികൾ നോക്കുന്നുള്ളൂ. ഇപ്പം ഇവളുടെ കാര്യത്തിലാണെങ്കിൽ തന്നെ ഇവള് രാത്രി 12:30 മണി വരെയൊക്കെ ഇരുന്ന് ഇവള് ഓഫീസിൽ ഇരുന്ന് ഓഡിറ്റ് ചെയ്യണം. അപ്പം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ തിരിച്ചാണെങ്കിൽ അവിടെ എത്തുമ്പോൾ 1:30 മണിയൊക്കെയാണ്. എന്നാലും അഡീഷണൽ വർക്ക് കൊടുക്കുക. അവർക്കൊരു നിശ്ചിത സമയം അങ്ങനെയൊന്നും ഇല്ല. അന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ ഇത്രയും വലിയ പ്രഷർ അവിടെ ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ തിരിച്ചു വരാനൊക്കെ പറഞ്ഞപ്പോഴും എന്താണ് അന്നയുടെ ഭാഗത്തു നിന്നുള്ളൊരു മറുപടി? അവള് പറഞ്ഞ അതായത് അവൾക്ക് നല്ല എക്സ്പോഷർ കിട്ടുന്ന ഒരു ജോലിയാണ് ഇവയിലെ ജോലി. അപ്പം അവള് കാരണം ഇന്ത്യയിലെ ലിസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത് ടോപ്പ് കമ്പനികളുടെ ഓഡിറ്റ് ആണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവള് മരിക്കുന്നതിന് മുമ്പ് ചെയ്തത് ബജാജ് ഓട്ടോയുടെ ഓഡിറ്റിംഗ് ആയിരുന്നു. അപ്പം ആ കമ്പനികളിലേക്ക് ആ വർക്ക് എക്സ്പോഷർ അവർക്ക് മാക്സിമം കിട്ടി. അപ്പം ആ കുറച്ച് നാളും കൂടി അതിനകത്ത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു എക്സ്പോഷർ കിട്ടും. അങ്ങനെ ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ട് ഞാൻ തിരിച്ചു വന്നോളാം എന്നാണ് അവൾ പറഞ്ഞത്. ഞങ്ങൾ റിസൈൻ ചെയ്തിട്ട് വരാനായിട്ട് പലതവണ ഞങ്ങൾ ആവശ്യപ്പെട്ടായിരുന്നു. ഗോൾഡ് റേറ്റ്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6850, പവന് 54,800. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5680, പവന് 45,440. വെള്ളി ഗ്രാമിന് 95, കിലോയ്ക്ക് 95,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചൂസ് യുവർ സ്പെഷ്യൽ. പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം പൊതുവേദി. നമസ്കാരം. എംബോക്സ് ജാഗ്രത